ഇന്നലെ പാതിരാത്രിയിൽ ബിഗ് ബോസ് വീടിനുള്ളിൽ രസകരമായൊരു സംഭവം നടന്നു. നമ്മുടെ യമുന നല്ല ഉറക്കത്തിലാണ്. ഉറക്കത്തിനിടയിൽ പാവം ഞെട്ടി ഉണർന്നുപോയി. ഉണർന്നു നോക്കിയപ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന ബെഡിൽ ജാസ്മിൻ കിടപ്പുണ്ട്. ജാസ്മിൻ്റെ അരികിൽ ഗബ്രി അങ്ങനെ കുനിഞ്ഞിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ ഞെട്ടിയത് ഞെട്ടേണ്ടവരല്ല, യമുനയാണ് ഞെട്ടിയത്. യമുനയ്ക്ക് പെട്ടെന്ന് ഗബ്രി വളരെ കൂളായിട്ട് വെള്ളം വേണോ ചേച്ചി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വെള്ളം കൊടുക്കുന്നുണ്ട്. പക്ഷേ തുടർന്ന് അത്ര കംഫർട്ടായിട്ട് തോന്നുന്നില്ല യമുനയ്ക്ക് അവിടെ കിടക്കുവാൻ. യമുന അവിടുന്ന് പതുക്കെ ഇറങ്ങിയിട്ട് ഋഷിയുടെയൊക്കെ റൂമിനകത്തേക്ക് പോവുകയാണ്. അവിടെ ചെന്നിട്ട് ഉള്ള കാര്യം അവർ തുറന്നങ്ങോട്ട് ഋഷിയോടൊക്കെ പറയുകയാണ്. പറഞ്ഞ വിഷയം ഇതാണ്: ഞാൻ ചില കാഴ്ചകളൊക്കെ കണ്ടു. ജാസ്മിൻ്റെ ബെഡിൽ വന്നിട്ട് ഗബ്രി ഇരിക്കുന്നതാണ് കണ്ടത്. അവർ തമ്മിൽ എന്താണോ എന്തോ. ആ സമയത്ത് മുടിയൻ പെട്ടെന്ന് പറയുകയാണ്, ചേച്ചി അവർ തമ്മിൽ പല കാര്യങ്ങളും ഇവിടെ നടത്തുന്നുണ്ട്. അതൊക്കെ കാണാൻ പോയി കഴിഞ്ഞാൽ അതിനെ ഉണ്ടാവുകയുള്ളൂ നേരം. നമ്മളതൊക്കെ വിട്ടുകളഞ്ഞതാണ്. ചേച്ചി ഇത് നോക്കാൻ പോകണ്ട, പോയി കിടന്നുറങ്ങ് എന്ന് ഋഷി യമുനയ്ക്ക് ബുദ്ധി ഉപദേശം കൊടുക്കുന്നുണ്ട്. ഗബ്രിയും ജാസ്മിനും തമ്മിലുള്ള അടുപ്പം കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് ആ വീട്ടിൽ വലിയ ചർച്ചയാവുകയും വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരെ വന്നിട്ട് അത് പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്തു. മാത്രമല്ല ജാസ്മിൻ്റെ ഉപ്പ വിളിക്കുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്തു. ഇതിൻ്റെ എല്ലാം ആഫ്റ്റർ എഫക്ട്സ് ക്ഷണനേരത്തേക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മാത്രവുമല്ല വീട്ടിലുള്ള ആൾക്കാരൊക്കെ തുടക്കത്തിൽ ഇതിനെ ആക്രമിച്ച് ശക്തിയുക്തം എതിർക്കുകയും ഒക്കെ ചെയ്തതാണെങ്കിലും ഇത് നിരന്തര കാഴ്ചയായി മാറിയതോടുകൂടി, കാരണം ഏത് സമയത്ത് എവിടേക്ക് തിരിഞ്ഞു നോക്കിയാലും ഇതൊക്കെ മാത്രമേ ഉള്ളൂ കാണാൻ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തല്ലണ്ട അമ്മാവ, ഞാൻ നന്നാവില്ല എന്ന ആ ഒരു ശൈലിയിലേക്ക് ഇരുവരും എത്തിയതോടുകൂടി ആ വീട്ടിലുള്ള ആൾക്കാരെല്ലാം ഇത് വിട്ടുകളഞ്ഞു. എല്ലാ മത്സരാർത്ഥികൾക്കും ഇവരുടെ രണ്ടുപേരുടെയും ഓരോ ചേഷ്ടകളും സാധാരണ സംഭവമായി മാറിക്കഴിഞ്ഞു. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇത് യൂസ്ഡ് ആയി എന്നുള്ളതാണ്. തുടക്കത്തിലൊക്കെ വളരെ ആവേശത്തോടു കൂടി ഇത് തന്നെ ടെലികാസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ബിഗ് ബോസിനും ഏകദേശം ഈ കാഴ്ചകൾ കണ്ട് മടുത്തിരിക്കുക. എങ്കിലും ഇരുവരും പറയുന്നത് അവർ പ്രണയത്തിലല്ല എന്നുള്ളത് തന്നെയാണ്. അവർ പ്രണയത്തിലല്ല, നല്ല ഫ്രണ്ട്ഷിപ്പിലാണ്. പക്ഷെ കാട്ടിക്കൂട്ടുന്നത് മുഴുവൻ കമിതാക്കളുടെ ചേഷ്ടകളാണെന്ന് മാത്രം. എന്തായാലും യമുനയൊക്കെ കുറച്ച് പക്വതയുള്ള ആൾക്കാരായതുകൊണ്ട് ഇതിനെയൊന്നും, ഈ പാതിരാത്രിയിൽ നടക്കുന്ന ലീലാവിലാസങ്ങളെയൊക്കെ പൊക്കിപ്പിടിച്ചുകൊണ്ട് പുതിയൊരു ഗെയിമായിട്ട് കൊണ്ടുവരാതിരിക്കുന്നു എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. എന്തായാലും ഇത് കണ്ടുകൊണ്ടിരിക്കേണ്ടി വരുന്ന പ്രേക്ഷകരുടെ തലയിലെഴുത്ത് അതൊരു വല്ലാത്ത ദുർഗതി തന്നെയാണ്.